എല്ലാവർക്കും നമസ്കാരം. LIC പോളിസി ഒരാൾ എടുക്കുമ്പോൾ അതിന്റെ മറ്റ് ബെനിഫിറ്റുകൾ, മെച്യൂരിറ്റി ബെനിഫിറ്റ്, കവറേജ് എത്ര വരും, ടാക്സ് ബെനിഫിറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരാൾക്ക് ഏകദേശം ധാരണ ഉണ്ടാവും. പക്ഷെ അധികം ധാരണയില്ലാത്തൊരു കാര്യമാണ് റൈഡേഴ്സ് എന്ന പോർഷൻ. അതായത് ചെറിയൊരു പ്രീമിയത്തിൽ വലിയ ബെനിഫിറ്റ് തരുന്ന ഫീച്ചേഴ്സ് ആണ് റൈഡേഴ്സ്. ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡർ, ADDB റൈഡർ, ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ, ടേം റൈഡർ, പിന്നെ പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് റൈഡർ, ഇങ്ങനെ ഒരുപാട് റൈഡേഴ്സ് LICയിൽ നമുക്ക് LIC പോളിസിയുടെ കൂടെ ചേർത്തെടുക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡർ, ADDB റൈഡറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ADDB റൈഡറിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ADDB റൈഡറിൽ രണ്ട് പോർഷൻ ഉണ്ട്: ആക്സിഡന്റൽ ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡർ. അതായത് ആക്സിഡന്റിൽ നമുക്ക് ആക്സിഡന്റ് വഴി നമുക്ക് ഡെത്ത് സംഭവിക്കാം. ആക്സിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ആക്സിഡന്റ് മാത്രമല്ല, ഏത് തരത്തിലുള്ള ആക്സിഡന്റും ഡെത്ത് സംഭവിക്കാം, അല്ലെങ്കിൽ പെർമനന്റ് ഡിസേബിൾ ആയി പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പോർഷൻ നോക്കണം. ആക്സിഡന്റിൽ ഡെത്ത് സംഭവിച്ചാൽ, ഈ റൈഡർ എടുത്തിട്ട് ആക്സിഡന്റിൽ ഡെത്ത് സംഭവിച്ചാൽ എന്താണ് അങ്ങനെ കിട്ടുക എന്ന് നോക്കാം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിളോടെ കൂടെ നോക്കാം. 35 വയസ്സുള്ള ഒരു മെയിലാണ്, 914 എൻഡോമെന്റ് പ്ലാൻ എടുക്കുന്നു. 21 വർഷത്തെ ഒരു പ്രീമിയം പേയിങ് ടേം അല്ല ടേം വെച്ചിട്ടുള്ള ഒരു പ്ലാനാണ് എടുക്കുന്നത്. സം അഷ്യൂർഡ് 10 ലക്ഷം രൂപയുടെ പ്ലാനാണ് എടുക്കുന്നത്. സം അഷ്യൂർഡ് 10 ലക്ഷം ഉള്ള പ്ലാനാണ് എടുക്കുന്നത് വിചാരിക്കുക. 40-ാമത്തെ വയസ്സിൽ, 35-ാമത്തെ വയസ്സിൽ ആൾക്ക് പോളിസി എടുത്തു. 40-ാമത്തെ വയസ്സിൽ ആക്സിഡന്റിലൂടെ ഡെത്ത് സംഭവിച്ചു എന്ന് കരുതുക. അപ്പോൾ ആൾക്ക് സാധാരണ സം അഷ്യൂർഡ് ആയിട്ടുള്ള 10 ലാക്സ്, സം അഷ്യൂർഡ് 10 ലാക്സ് ആണല്ലോ, പ്ലസ് ബോണസ് ഇൻകേർഡ്, അതായത് അതിൽ 2.4 ലാക്സ് ബോണസ് ഇൻകേർ ചെയ്തിട്ടുണ്ട്, ആ ബോണസ് കൂടി കിട്ടും. പ്ലസ് ആക്സിഡന്റിലാണ് ഡെത്ത് സംഭവിച്ചുകൊണ്ട് 10 ലാക്സ് കൂടി കിട്ടും. അപ്പോൾ ടോട്ടൽ 22.4 ലാക്സ്, 10 ലാക്സ് ഡെത്തിന്റെ പിന്നെ ബോണസ് പ്ലസ് ആക്സിഡന്റ് ഡെത്തിന് റൈഡർ എടുത്തത് കൊണ്ട് ആ 10 ലാക്സ് കൂടി ടോട്ടൽ 22.4 ലാക്സ് കിട്ടും. ഇത് ആക്സിഡന്റ് ഈ റൈഡറിന്റെ പ്രീമിയം വരുന്നത് 1000 രൂപ സമ്പർഷുവേഡിന് 1 രൂപ എന്ന നിരക്കിലാണ്. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രീമിയം, അതായത് പ്രീമിയവും റൈഡർ വെച്ചുള്ള പ്രീമിയം ഒക്കെ അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത്, ഈ കാണുന്ന നമ്പർ വാട്സ്ആപ്പ് ചെയ്താൽ പ്രീമിയം എടുത്തു തരാം. പ്ലാൻ പർച്ചേസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇനി ഈ റൈഡറിന്റെ രണ്ടാമത്തെ പോർഷനാണ് ഡിസബിലിറ്റി. ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡർ ആണല്ലോ. അപ്പോൾ ഡിസബിലിറ്റിയിൽ സംഭവിച്ചാൽ, ഒരാൾ പ്ലാൻ എടുത്തിട്ട് ഡിസബിലിറ്റി സംഭവിച്ചാൽ എന്ത് പറ്റുമെന്ന് നോക്കാം. ഇത് ഈ പ്ലാൻ നേരത്തെ എക്സാമ്പിൾ തന്നെ നോക്കാം. 35 വയസ്സുള്ള ഒരു മെയിലാണ്, ആള് എൻഡോമെന്റ് പ്ലാൻ എടുക്കുന്നു, 21 ഇയർ ടേം, 10 ലാക്സ് സം അഷ്യൂർഡിൽ എടുക്കുന്നു. 45-ാമത്തെ വയസ്സിൽ ആക്സിഡന്റിൽ ആൾക്ക് ഡിസബിലിറ്റി സംഭവിക്കുന്നു, പെർമനന്റ് ഡിസബിലിറ്റി സംഭവിക്കുന്നു. എങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ആൾക്ക് 10 ലക്ഷം രൂപയാണല്ലോ ആക്സിഡന്റ്. ADDB നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് തന്നെയാണ് റൈഡ് എടുത്തിട്ടത്. അപ്പൊ ഈ 10 ലക്ഷം രൂപ ഡിവൈഡഡ് ബൈ 120 മന്ത്സ്, 10 കൊല്ലത്തേക്ക് ഡിവൈഡ് ചെയ്ത് 8333 രൂപ വെച്ചിട്ട് അടുത്ത പോളിസി ടേമിന്റെ അടുത്ത 10 കൊല്ലത്തേക്ക്, അതായത് പോളിസി എടുത്തിട്ട് 10 കൊല്ലം കഴിഞ്ഞു, ഇനി 11 കൊല്ലം കൂടി ഉണ്ട്, അടുത്ത 10 കൊല്ലത്തേക്ക് ഓരോ മാസവും 8333 രൂപ വെച്ച് കൊടുക്കും. അതിനുശേഷം പിന്നീട് പ്രീമിയം അടയ്ക്കേണ്ടതില്ല. അതായത് പെർമനന്റ് ഡിസേബിൾ ആയ പിന്നീട് പ്രീമിയം അടയ്ക്കേണ്ട. ഓരോ വർഷവും LIC 8333 രൂപ വെച്ച് കൊടുക്കും. അതിനുശേഷം മെച്ചൂരിറ്റിയിൽ സം അഷ്യൂർഡ് പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ് 21 ലക്ഷം രൂപയും കിട്ടും. അതായത് ടോട്ടൽ അപ്പൊ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ആളാകെ നമ്മൾ അടയ്ക്കുന്ന 10 കൊല്ലം പ്രീമിയം അടച്ചിട്ടുണ്ടാവും. അതിനുശേഷം ആൾക്ക് പ്രീമിയം അടയ്ക്കേണ്ട. ആൾക്ക് എല്ലാ കൊല്ലവും 8333 രൂപ വെച്ചിട്ട് 10 ലക്ഷം രൂപ കൊടുത്തു. ലാസ്റ്റ് 21 ലക്ഷം രൂപയും കൊടുത്ത് പോളിസി അവസാനിക്കും. അങ്ങനെയാണ് 45 വയസ്സിൽ ഡിസബിലിറ്റി സംഭവിച്ച ഒരാളുടെ എക്സാമ്പിൾ. ഇനി വേറെ എക്സാമ്പിൾ നോക്കാം. 50 വയസ്സിലാണ് ഡിസബിലിറ്റി സംഭവിക്കുന്നത്. 50 വയസ്സിൽ ഡിസബിലിറ്റി സംഭവിക്കുക വെച്ചാൽ, ഇത് 35 വയസ്സുള്ള ആളാണ് എടുത്തിട്ടുള്ളത്. ഈ പ്ലാൻ 56 വയസ്സ് വരെ പോവുള്ളൂ. അപ്പൊ 50-ാമത്തെ വയസ്സിൽ ഡിസബിലിറ്റി സംഭവിച്ചാൽ പിന്നെ ഒരു 5 കൊല്ലം മാത്രമേ ഉള്ളൂ അയാൾക്ക്. അങ്ങനത്തെ സന്ദർഭത്തിൽ 5 വർഷം ഈ 8333 ഞാൻ പറഞ്ഞല്ലോ, അതായത് 10 ലക്ഷത്തിനെ 120 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 8333 5 കൊല്ലം കൊടുക്കും. അതിനുശേഷം പോളിസി അവസാനിക്കുമ്പോൾ സം അഷ്യൂർഡ് പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസ് പ്ലസ് ബാക്കിയുള്ള ഒരു 5 ലക്ഷം കൊടുക്കാനുണ്ടല്ലോ. അതായത് ടോട്ടൽ 10 ലക്ഷത്തിനാണ് 120 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അതിൽ 5 ലക്ഷം ഡിവൈഡഡ് ബൈ 120 ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ആ എമൗണ്ട് 5 ലാഖ് കൂടി കൊടുക്കും. അപ്പോൾ 50-ാമത്തെ വയസ്സിലാണ് ആൾക്ക് ഡിസബിലിറ്റി സംഭവിക്കുന്നതെങ്കിൽ ടോട്ടൽ 26 ലാഖ് റുപ്പീസ് കൊടുക്കും. ഈ എക്സാമ്പിൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടി ബാക്ക് അടിച്ചൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ കരുതുന്നു. എക്സാമ്പിൾ ഈ റൈഡറിന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കണം. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ADDB റൈഡർ എടുക്കാൻ സാധിക്കുന്നത്. മാക്സിമം 1 കോടി രൂപ വരെയുള്ള
സം അഷ്യൂർഡ് ആണ് എടുക്കാൻ സാധിക്കുക. അതായത് പോളിസിയുടെ സം അഷ്യൂർഡിന്റെ ഈക്വലന്റ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. 10 ലക്ഷം രൂപയുടെ പ്ലാൻ ആണെങ്കിൽ 10 ലക്ഷം മാത്രമേ പറ്റുള്ളൂ. 1 കോടിയുടെ സം അഷ്യൂർഡ് എടുക്കുന്നുണ്ടെങ്കിൽ 1 കോടി രൂപയ്ക്ക് തന്നെ നമുക്ക് ആക്സിഡന്റ് ADDB റൈഡർ എടുക്കാം. 2 കോടിയുടെ സം അഷ്യൂർഡ് എടുക്കുന്നെങ്കിൽ 1 കോടി വരെ ഇതിന്റെ മാക്സിമം സം അഷ്യൂർഡ് പറ്റുള്ളൂ. ജീവൻ ശിരോമണി പ്ലാനിൽ മാത്രം 2 കോടി സം അഷ്യൂർഡ് വരെ ADDB ഉണ്ട്. ഇനി ഡിസബിലിറ്റിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്സിഡന്റിലൂടെ ഡിസേബിൾ ആയിരിക്കണം. അതായത് ആക്സിഡന്റിലൂടെ മാത്രം, വേറെ ഡിസബിലിറ്റി അല്ല. ആക്സിഡന്റ് അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം സംഭവിച്ചിട്ട് ഡിസേബിൾ ആവുന്നതല്ല. ആക്സിഡന്റിലൂടെ ഡിസേബിൾ ആയി മാത്രമേ ഈ റൈഡർ വർക്ക് ആവുള്ളൂ. ആക്സിഡന്റ് സംഭവിച്ച 180 ദിവസത്തിന് ഡിസബിലിറ്റി സംഭവിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ റൈഡർ ആക്റ്റീവ് ആവുകയുള്ളൂ. LIC പറയുന്ന 6 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ തനിയെ ഈ വ്യക്തിക്ക് ചെയ്യാതിരിക്കാൻ സാധിച്ചാൽ പെർമനന്റ്ലി ഡിസേബിൾ എന്ന് LIC പറയുന്നു. അതായത് ഒന്ന്, ഡ്രസ്സിംഗ്, വസ്ത്രധാരണം തനിയെ ചെയ്യാൻ സാധിക്കാതിരിക്കുക. രണ്ടാമത്തത് ബാത്തിങ്, കുളിക്കൽ തനിയെ സാധിക്കാതിരിക്കുക. മൂന്നാമത്തത് ഭക്ഷണം കഴിക്കൽ, ഫീഡിങ് തനിയെ സാധിക്കാതിരിക്കുക. ടോയ്ലറ്റിംഗ്, ബാത്റൂമിൽ പോകുന്നത് തനിയെ സാധിക്കാതിരിക്കുക. നാലാമത്തത് മൊബിലിറ്റി, നടക്കുന്നത് തനിയെ സാധിക്കാതിരിക്കുക. ട്രാൻസ്ഫറിങ്, ബെഡ് ടു ചെയർ, ബെഡിൽ നിന്ന് ചെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് തനിയെ സാധിക്കാതിരിക്കുക. ഈ 6 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ ഈ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന് പെർമനന്റ്ലി ഡിസേബിൾഡ് ആണെന്ന് പറയാം. കൂടാതെ 2 ലിംസ് നഷ്ടമായാലും പെർമനന്റ് ഡിസേബിൾഡ് എന്ന് പറയുന്നു. കാരണം 2 കണ്ണ്, 2 കൈ, 2 കാല്, 1 കൈ 1 കാല്, അങ്ങനെ 2 ലിംസ് നഷ്ടമായാലും പെർമനന്റ്ലി ഡിസേബിൾ എന്നുള്ള കാറ്റഗറിയിലേക്ക് വരും. ഇതിനെ ഈ റൈഡർ ക്ലെയിം ചെയ്യണതിന് നമ്മൾ കൊടുക്കേണ്ട രേഖകൾ: ഒന്ന്, FIR, ആക്സിഡന്റ് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കണം. സർട്ടിഫൈഡ് കോപ്പി ഓഫ് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൊടുക്കണം. ഇനി ഡെത്ത് ആണ് സംഭവിക്കുന്നത്, ആക്സിഡന്റ് ഡെത്ത് സംഭവിക്കുന്നതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കണം. ന്യൂസ് പേപ്പർ കട്ടിംഗ്, ഡെത്ത് ആണെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിംഗ് കൊടുക്കണം. അല്ലെങ്കിൽ ആക്സിഡന്റ് ആണെങ്കിൽ അല്ല, ഡെത്ത് ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും കൊടുക്കണം. കോപ്പി ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കേണ്ടി വരും. ഹോസ്പിറ്റൽ റിപ്പോർട്ട്, പിന്നെ LIC നിന്ന് ആവശ്യപ്പെടുന്ന ബാക്കി രേഖകൾ കൊടുക്കേണ്ടി വരും. ഇതിന് എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡ്രഗ്, ആൽക്കഹോൾ എഫക്റ്റിലാണ് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് പ്ലാൻ കിട്ടില്ല. അത് എല്ലാ ഇൻഷുറൻസിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അഡ്വഞ്ചറസ് സ്പോർട്സിൽ ഏർപ്പെട്ടിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് റൈഡർ കിട്ടില്ല. അതുപോലെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ആക്സിഡന്റ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് കിട്ടില്ല. ഡിസബിലിറ്റി 180 ഡേയ്സിനുള്ളിൽ സംഭവിക്കണം. അതായത് ആക്സിഡന്റ് നടന്നിട്ട് 180 ദിവസത്തിനും ഡിസേബിൾ ആയാൽ മാത്രമേ ഈ റൈഡർ വർക്ക് ആവുകയുള്ളൂ. ഇപ്പം 7 മാസം 8 മാസം കഴിഞ്ഞിട്ട് ഡിസേബിൾ ആവുന്നെങ്കിൽ ഇത് ഡിസബിലിറ്റി റൈഡർ ബെനിഫിറ്റ് കിട്ടില്ല. ആംഡ് ഫോഴ്സസ് പീപ്പിളിന് ഈ റൈഡർ എടുക്കാൻ സാധിക്കില്ല. LICയുടെ റൈഡേഴ്സിൽ ADDB റൈഡർ, ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡറിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഒരുവിധം ഡീറ്റെയിൽസ് മാക്സിമം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ LIC പ്ലാനുകൾ, 39 പ്ലാൻസ് ഉണ്ട് LICക്ക്. പെൻഷൻ പ്ലാൻസ്, കുട്ടികളുടെ പ്ലാനുകൾ പോലെ പല പ്ലാനുകളുണ്ട്. ഏതെങ്കിലും പ്ലാനുകൾ പർച്ചേസ് ചെയ്യണമെങ്കിലോ എന്നെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.